ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ ദിവ്യകാന്തിയിൽ മുങ്ങുവാനായി മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ, മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ കാന്തി മഞ്ഞിതിൽ ചിന്തിടുമ്പോ പൊങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. നിൻ കാന്തി മഞ്ഞിതിൽ ചിന്തിടുമ്പോ പൊങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. പൈങ്കിളിപ്പാടി പറന്നിടുന്നോ, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. പൈങ്കിളിപ്പാടി പറന്നിടുന്നു, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ഗോഡ് വിൽ നെവർ പെർമിറ്റ് ദ റൈച്ചസ് ടു ബി മൂവ്ഡ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. സാം 55:22. സങ്കീർത്തനങ്ങൾ 55:22. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് വിൽ നെവർ പെർമിറ്റ് ദ റൈച്ചസ് ടു ബി മൂവ്ഡ്. ദൈവം നീതിമാനെ എല്ലാ നാളും സംരക്ഷിക്കുന്നു. വളരെയധികം ആകുലതകളുടെ നടുവിൽ ദാവീദ് രചിച്ചതാണ് ഈ സങ്കീർത്തനം. തൻ്റെ ഉറ്റവരിൽ നിന്ന് അപ്രതീക്ഷിതമായി ദാവീദിന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ ഓർത്തപ്പോൾ ദാവീദിന്റെ മനസ്സ് തകർന്നു. ചില സന്ദർഭങ്ങളിൽ നമുക്കും അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് ദാവീദ് ആഗ്രഹിച്ചു. അതേപോലെ ചിലപ്പോൾ നമ്മളിൽ ചിലർ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി കാണാം. ആ വേദനകളെ ഓർത്ത് ദാവീദ് ഇങ്ങനെ പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 55:6-8 വരെയുള്ള വാക്യത്തിൽ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. പലപ്പോഴും കൊടുങ്കാറ്റ് പോലെ വിപത്തുകൾ ആഞ്ഞടിക്കുമ്പോൾ അവയിൽ നിന്ന് ഒളിച്ചോടുവാൻ നാം ശ്രമിക്കും. ചിലർ നിരാശയിലും ആകുലതയിലും വസിക്കും. എന്നാൽ നിരാശയിലാണ്ട് പോയ ദാവീദ് പിന്നീട് ദൈവത്തിലേക്ക് മുഖമുയർത്തി പറയുന്നത് 55-ാം സങ്കീർത്തനം 16-17 വാക്യത്തിൽ നമുക്കത് കേൾക്കാം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, കർത്താവ് എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ദൈവഭക്തന്റെ ഹൃദയ നിശ്ചയമാണിത്, പ്രത്യാശയാണിത്. പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ജൂഡസിനെ പോലെ കുറ്റബോധമല്ല ഉണ്ടായിരുന്നത്, പാപബോധമാണ്. പത്രോസ് തിരിച്ചു വന്നു. അതുപോലെ ദാവീദും ദൈവത്തിലേക്ക് തൻ്റെ സങ്കട സമയത്ത് ദൂരെ പോയില്ല, ദൈവത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ, ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ, ഇടവിടാതെ പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം ദാവീദിൽ കടന്നു വന്നു.
അങ്ങനെ ആത്മധൈര്യം പൂണ്ട് ദാവീദ് പറഞ്ഞത്, നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വാക്യമാണ് നമ്മുടെ കുറിവാക്യം. ഭാരങ്ങൾ സ്വയം വഹിക്കുമ്പോഴാണ് നാം നിരാശരാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരങ്ങൾ നാം സ്വയം വഹിക്കുമ്പോഴാണ് നാം നിരാശരായി പോകുന്നത്. ഓരോ നാളും നമ്മുടെ ഭാരം ദൈവം വഹിക്കുന്നു എന്ന് അടിയുറച്ച് വിശ്വസിച്ചാൽ ഏത് ഭാരവും വളരെ ലഘുവായി നമുക്ക് അനുഭവപ്പെടും. ഭാരങ്ങളുടെ നടുവിലേക്ക് നമ്മുടെ പ്രാണനാഥൻ കടന്നു വരും. പലപ്പോഴും കർത്താവിൻ്റെ സ്ഥാനം നടുവിലാണെന്ന് നമുക്ക് കാണാം. 2 കള്ളന്മാരുടെ നടുവിലായിരുന്നു യേശുവിനെ ക്രൂശിച്ചത്. ചരിത്രത്തെ 2ആയി AD എന്നും BC എന്നും വിഭജിച്ചപ്പോഴും കർത്താവിൻ്റെ സ്ഥാനം നടുവിൽ തന്നെ. ത്രിത്വത്തിലെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നടുവിലാണ് പുത്രസ്ഥാനം. യേശുവിൻ്റെ മരണശേഷം ഭയപ്പെട്ട് വാതിലടച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും അവരുടെ നടുവിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 20:19 നമുക്കത് കാണാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18:20 ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയും. കഷ്ടതയിൽ മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. കഷ്ടതയിൽ കൂടെ ഇരിക്കുന്നവനാണ്. തീച്ചൂളയുടെ നടുവിൽ കരുണാമയനായ ദൈവം ഇറങ്ങി വരും. നമ്മുടെ കണ്ണീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഭാരങ്ങൾ വഹിക്കുവാൻ, താഴെ വീഴാതെ കാക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങളുണ്ട്. 121-ാം സങ്കീർത്തനം 3-7 വാക്യങ്ങളിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, കർത്താവ് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം, നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് തിരുമുഖം കണ്ടു ഉണരുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വീണു പോകാതെ അവിടുത്തെ തിരുവുള്ളത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. അനർത്ഥങ്ങൾ അനവധി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അവിടെയെല്ലാം തകർന്നു നുറുങ്ങിപ്പോകാതെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ച് ഈ നിമിഷം വരെ സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ സകല ഭാരങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പറയുന്നതിന് മുമ്പ് ഇന്നതെന്നറിയുന്ന ദൈവമേ, അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതിയ മക്കളുടെ റിസൾട്ട് വരുന്ന ദിനമാണല്ലോ ദൈവമേ. ആ കുഞ്ഞുങ്ങളെല്ലാം തിരുക്കരങ്ങൾ തരുന്നു. നാളെക്കുറിച്ച് ആകുലപ്പെടാതെ, അവരുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ, ആ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും, മക്കളുടെ തുടർന്നുള്ള പഠന കാര്യങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് ദൃഷ്ടിവെച്ച് ആലോചന കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തിരുവുള്ളത്തിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഈ സമയം വരെ കാല് ഇടറിപ്പോകാതെ, തകർന്നു പോകാതെ, നുറങ്ങിപ്പോകാതെ സന്തോഷത്തോടെ അവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കടഭാരം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉൾഭയം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബകലഹങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡൈവോഴ്സ് കേസുകൾ സമാധാന സന്ധിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ എല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കാൽ വഴുതിപ്പോകാതെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ തിരുസന്നിധിയിൽ സന്തോഷമുള്ളവരായി ജീവിക്കാൻ അവരെ സഹായിക്കണം. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ്റിന് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ സംസ്ഥാനങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും, സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും, സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ, നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാൻ